മുളക് വെള്ളമാ നിങ്ങളൊന്നും മുതലാളി ആണാ വിളിച്ചു നോക്കിയ പിന്നെ പതിനേഴ് വീട്ടണം താൻ അവിടെ ആ വീഴ്ച കണ്ട ഇപ്പൊ കാണാൻ ഒരു പരിപാടി മുതലാളി കണ്ണിൽ മുളകിന്റെ വെള്ളം പിള്ളേ ഇവള് വല്ലാണ്ട് കയറി അങ്ങ് വളർന്നു പോയല്ല ഇപ്പൊ കണ്ടാലേ ഒന്ന് കേറിട്ട് പോവാൻ വരുന്നു പിന്നെ മുളകിന്റെ വെള്ളം വന്നോളൂ അരപ്പുഴുവൻ അവിടെ ഇരിക്കുക പാപ്പ ഇവിടെ ഇല്ലേ പാപ്പ ഇവിടെ ഇല്ലേ കാക്ക ഇവിടെ ഇല്ലേ നമ്മളിവിടെ ഉണ്ടാക്കിയാരെ വാങ്ങ് കേറിയിരിക്കാൻ വന്ന കാലം നിന്നാലാ ഇരിക്കാന്ന് അത് പോളായിരിക്കുമല്ലേ അതാ ഈ പെമ്പിള്ളേരെ ഒരു വളർച്ച നമ്മൾ കണ്ടിട്ടറിഞ്ഞില്ല കേട്ടാ കാക്കാന്റെ കെട്ടിയോള് മരിക്കുന്ന നേരത്ത് അവൾ ഇത്ര ഉണ്ടായിരുന്നുള്ളല്ല ഐജാക്കന്ന് 3 വയസ്സാ പത്നിയും പാടും കിടന്ന് നമ്മൾ ഇവിടം വരെയാ കാക്ക ഈ വീട് ഇങ്ങനെ കെട്ടാണ്ടിരുന്നാല് കൊല മേടിക്കാൻ പിള്ളേ ഇത് കെട്ടാൻ വേണ്ടി എന്ത് ചെലവ് ഇതിന് ചെലവൊന്നുമില്ല ആണാ എന്നാ ഇതിന് വേണ്ടി തന്നെ പോലെ എത്ര ആണെങ്കിലും കൊടുത്തേക്കണം കേട്ടാ അതാ വരെ എല്ലാം പൊളിഞ്ഞ അലാക്കായല്ല കാക്കയെന്ന് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ പശു ഇതാണ് നമ്മളെ കാര്യം മറന്നുപോയി കേട്ടാ എങ്ങനെയാണെന്ന് 100 കൂട്ടം കാര്യമല്ലേ അവിടെ പള്ളി പണിയണം ഇവിടെ തച്ചാവ് വെക്കണം അപ്പൊ തക്കാത്ത് കൊടുക്കണം ഏത് പശു 10ാം ക്ലാസ് ഇവിടെ വിൽക്കാൻ വിഷമം ഉണ്ടാക്കിയാൽ നമ്മുടെ ഐശാന ആരെങ്കിലും ഒന്ന് പിടിച്ചു കൊടുക്കാൻ പശ ഞാൻ ആവാ കാക്കൊരു കാര്യം നിസ്കാരം കഴിഞ്ഞ് വീട്ടിലോട്ട് വാ 10 വള്ളി വെച്ച കൂലി ആജിയാർക്ക് കിട്ടും പടച്ചവൻ അഭിപ്രായം എന്താണ് 2 നടകളിൽ പാല് കറക്കാവുന്നതോ അതല്ല പിന്നെ എടോ പുള്ളേ ഈ കാക്ക ഏത് നരകത്തിൽ പോയി കിടക്കുകയാണ് അല്ലാ ഈ വയസ്സുകാലത്ത് ഞമ്മക്ക് തോന്നിയ ഒരു ആശ ഇത് ആശയല്ല മുതലാളി ഇത് കൽപ്പിതം കൽപ്പിതം പിന്നെ കാക്കായ്ക്ക് മുതലാളിയെ പറ്റി വല്ലതും തോന്നിയെങ്കിലോ ഓടോ മരജാഹിലെ പണത്തിന്റെ പുറത്ത് പരുന്തും പറക്കത്തില്ല എന്നാണ് പാറ്റ പറക്കില്ല പിന്നല്ലേ പരുന്ത് അല്ല കളവരിയുടെ കാകയിലും തോന്നു വരുന്നുണ്ട് നോക്കിയിരുന്ന് കണ്ണ് കയറ്റല്ല കാക്ക വൈരി നമ്മളിവിടെ നിന്നോളാം ചുമ്മാ ഇരിയുന്നേ നമ്മളിവിടെ നിന്നോ ഇതെന്ത് കാക്ക ചുമ്മാ ഇരി ബാ ഇരി ഇതെന്താണ് കാക്ക ചുമ്മാ കസേരയിൽ ഇരിയുന്നേ നമ്മള് കാക്കയെ വിളിപ്പിക്കുന്നു 2 കാര്യത്തിൽ വന്നത് വേറെ കസേരയിൽ നമ്മള് വന്നത് 3 കാര്യത്തിനാണ് ഒന്ന് നമ്മുടെ പെരേന്റെ കാര്യം ഒന്ന് ചായക്കടേന്റെ കാര്യം ഒന്ന് ഐറ്റാന്റെ കാര്യം ഈ ഒടിയിൽ പറഞ്ഞ കാര്യത്തിനാ വെളുപ്പിച്ചത് അതാഹു നമ്മളെ മനസ്സിലൊരു കാര്യം തോന്നി അത് നിങ്ങൾ നടത്തിച്ചിട്ടാക്കാം ഈ തടി കൊണ്ട് നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ അല്ലേ മുതലാളി ഈ വെടിയും വെക്കണം പിന്നെ ഇട്ടോന്നും കൂടെ പറയണം മുതലാളി നമ്മൾ എന്ത് ചെയ്യണം ആചാൻ നിങ്ങളെ മോളെ നമുക്ക് നിക്കാഹ് ചെയ്ത് തന്നെ മുതലാളിക്ക് പെങ്കൊച്ചുങ്ങളെ കിട്ടാഞ്ഞിട്ടൊന്നും അല്ല ഇയ്യല് പോലെയല്ലേ റോട്ടിൽ കൂടെ ഇങ്ങനെ പറന്ന് 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 നടക്കുന്നത് കുട്ട വെച്ചാൽ വാരിയെടുക്കാം ഉള്ളക്ക് കാര്യമല്ല ഒരു ഇസ്ലാം പെണ്ണ് നിന്ന് നരഹിക്കുന്നത് നമ്മൾ കണ്ടു എന്റെ കണ്ണ് രണ്ടാണ് സത്യം പറയാമല്ലോ ഈ പെങ്കൊച്ചുങ്ങൾ വെറുതെ നിന്ന് വിഷമിക്കുന്നത് കണ്ടാല് മുതലാളിക്ക് വലിയ വിമിഷ്ടം മനസ്സേ ഒന്ന് നീ പോലെയോ കാക്കാന്റെ സംശയം നമുക്ക് മനസ്സിലായി
നമ്മള് 3 നിക്കാഹ് ചെയ്ത ആളാണല്ല. ദൈവദോഷക്കേട് പറയരുതല്ലോ കേട്ടോ. ആ 3-ന് ഈ മുതലാളി അല്ലാതെ വേറൊരുത്തനായിരുന്നെങ്കിൽ കടലിൽ ഞാനോ ചേരിക്കേണ്ടിരുന്നു. അയ്യോ, കൂടുതൽ ഭർത്താനൊന്നും പറയണ്ട പിള്ളേ. ആക്കാ, ഞമ്മളൊരു ഇസ്ലാം, ഞമ്മള് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കും. ഐഷ ഈ വീട്ടില് റാണീനെ പോലെ അവളെ മരണം വരട്ടെ. മുത്തു നബിയാണ് ഈ സ്ഥലം. ആര്യാരും മുത്തു നബീനെ പിടിച്ച് പറയുന്ന കാര്യം നമ്മൾ വിശ്വസിക്കും. ഇന്ന പെരയൊക്കെ കെട്ടി നമുക്ക് നിക്കാഹ് മാടാ കൂടി ഉണ്ടാക്കാം. ഇതിരിക്കട്ടെ, നമ്മക്കിനി ഒന്നേ പറയാനുള്ളൂ. ആണും പൊണ്ണും ആയിട്ട് ഐഷ അല്ലാണ്ട് നമ്മ കാണി. ഇൻഷാ അല്ലാഹ്. മോളെ, ആണും തൂണുമില്ലാത്ത ഞമ്മക്ക് ഈ ബന്ധം നല്ലതാണ് പോലെ. ഈ സുഖമായിട്ട് കഴിയണത് കാണാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാടക്കപ്പെടുന്നത്. ആര്യാര് നല്ല മനുഷ്യനാണ്. നമ്മൾ പൈസ കിടന്നാണേലും ബാപ്പാന്റെ കൂടെ കഴിഞ്ഞോളാം. നമ്മള് ബാപ്പ പറയുന്നത് കേൾ. ബാപ്പ അയാളുടെ വാക്ക് കൊടുത്തു. ഇനി എല്ലാം പഴച്ചവന്റെ കയ്യിൽ. ബാപ്പ എന്റെ മകൾ ഐഷ ബീവിയെ ഞാൻ നിങ്ങൾക്ക് 97 മിസ്രി പൊന്നിന് ഹലാലായ ഭാര്യയാക്കി പൊരുത്തപ്പെട്ട് നിക്കാഹ് ചെയ്തു തന്നിരിക്കുന്നു. നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. ചായ. ചായ. നീ ചായ കുടിച്ചാ? നമ്മൾ കുടിച്ചോളാം. പൊട്ടിയ ഓട്ടൊന്ന് നിനക്ക് എണ്ണാൻ അറിയാവാ? ഓ, ഞമ്മള് പാലപ്പം ചുട്ടാണ് എണ്ണാൻ പഠിച്ചത്. ആണാ? എങ്കി എണ്ണ്. 1 2 3 4. ഈ പിന്നാണി കഷണമല്ലാന്ന്. പിന്നെ നിന്റെ കയ്യുമേ കിടക്കണ വളയെണ്ണ്. ഓഹോ, വളയെണ്ണാനാ? 1 2 3 4 5 6 7 കുപ്പിവള. നാളെ മോന്തിക്ക് നമ്മുടെ കരളിന്റെ കയ്യില് 7 തങ്കവള. ഏത്? ആരറിഞ്ഞു പോയത് അറിഞ്ഞില്ലേ? ഉച്ചി പറിച്ച് പോയാ പല. ഞങ്ങളുടെ കാന്തായത്തെ മുഴുവൻ തിന്നല്ലോ. കാന്താരി അല്ല, കരിഞ്ഞാട്ട് എന്താണെങ്കിലും തിന്നും. വളരെ പള്ളക്കിട്ട് കുത്താം. ആ ചെറിയല്ലേ ആരും അങ്ങനെ പിടിച്ച് വരയ്ക്കാമെന്നേ. ഇവിടെ വയറ് ഇത്തിരിച്ച തീർത്ത് വന്നോണ്ടില്ലേ? എത്ര മാസം വായിക്കാം? ഈ കാക്കയ്ക്ക് നാണമില്ലല്ലോ. നമ്മുടെ ആട്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഐഷയ്ക്ക് വിശേഷം വല്ല ഉണ്ടോ? ഐഷ, അന്നക്കുട്ടി, നമ്മുടെ ആട് എല്ലാം ഒരു പരുവത്തിലാണ്. എന്താ റബ്ബേ, ഈ കാക്കയ്ക്ക് എപ്പോഴും ഒരു കളിയാ. കണ്ടോ, ഞങ്ങളുടെ അധികം ഇങ്ങോട്ട് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുത്തേക്കാം. അമീന, ഓ അമീന, ഓ എന്താണ് ഈ താത്ത? ഒന്നുകൂടി കൊണ്ടുവന്ന്. എന്ത്? എന്തിന്? പിന്നാണി കൊണ്ടുവന്ന്. പുളി ഇല്ലെന്ന്. എന്ത്? പുളിന്റെ അകത്ത് പുളിയില്ലെന്നോ? നമ്മൾ അറിയാഞ്ഞിട്ട് ചോദിക്കാണ്. നിങ്ങൾക്ക് എന്താണ് വാക്കുള? ചെല്ലെന്ന്. സുഖകാരല്ല,
ഇപ്പോഴല്ലേ നമുക്ക് കാര്യം പിടികിട്ടിയത്. രാരിരീരാരോ എന്തുമ്മ രീരിരീരീരോ രാരിരീരാരോ എന്തുമ്മ രീരിരീരീരോ. പോടി പെണ്ണെ. എന്റെ ബദരിങ്ങളെ അനങ്ങാതെ കിടക്കുന്നു സിസ്റ്റർ. ഉമ്മ എന്റെ ബദരിങ്ങളെ, നീ എല്ലാം പടച്ചോണ്ടിട്ട് തേടുമോളെ. ഉമ്മ ഉമ്മ. ആ ഡാക്കിട്ടത് ഒന്നുമില്ല. എന്തിന്? നെയ്സ് ഉണ്ടല്ല, അവള് രണ്ടാളിന്റെ ഫലം ചെയ്യുമെന്ന്. ആ എങ്ങനെ ഇരിക്കുന്നു നെയ്സ്? പേടിക്കാനൊന്നുമില്ല, ഇപ്പൊ നടക്കും. നെയ്സിന് ക്ഷീണമൊന്നുമില്ലല്ല. താങ്ക് യു. നമ്മളെ രണ്ട് ചോദിച്ചപ്പോ നീ 3 തന്ന കള്ളി 3 പെണ്ണ. ഈ പള്ളക്ക് പുള്ളിയാ. വെള്ളക്കാര്യത്തിലെ 2 അയച്ചാൽ പിന്നെ ഞമ്മ പെൺകുഞ്ഞ. അതെന്തും ആവട്ടെ, നെയ്സ് വല്ലാണ്ട് വിശർന്നു പോയല്ല. മക്കളെ നമുക്ക് അകത്ത് പോവാം. പാടി അത്ര ദുരീശമായിട്ട് പോണവാ? പോണം. വെരി അർജന്റ്. വേറെ കേസുണ്ട്. നമുക്ക് പെരുത്ത് പിടിച്ചു കേട്ടാ. അപ്പൊ ദുരീശമായിട്ട് പോണവാ? നമ്മള് മനസ്സറിഞ്ഞ് തന്നതാണ്. ഇരിക്കട്ടെ, കൂടെ കൂടെ വന്നം കേട്ടാ. ഓക്കെ. പെണ്ണ് ഇതെന്താണിപ്പാ? കാക്ക മോള് പ്രസവിച്ചു. ആ പെൺകുഞ്ഞ. അതിനാണ് ഈ മരങ്ങോടം പറഞ്ഞ ആയിഷാത്ത ആ പെണ്ണാണ്. ഇത് കണ്ടോ അയച്ചാ കിട്ടാ ചുമ്മാ. പക്ഷേ വേറെ വിശേഷമൊന്നുമില്ലല്ലോ അല്ലേ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിച്ചിട്ട് അങ്ങോട്ട് വന്നേരി. ഞാൻ അങ്ങോട്ട് ഓടിച്ചില്ലട്ടാ. ചുമ്മാ മുഞ്ഞെ കടുപ്പത്തിലൊരു ചായ. ഇത് കണ്ട നിന്റെ ബാപ്പോട് പറ. ബാട്ടത്തിക്കുറിപ്പ ചായ ഞമ്മക്ക് ഈ അടിയ. ഇത് കണ്ട ചുമ്മാ. ഇങ്ങനെയാണ് വേശ്യ പെണ്ണുങ്ങളിട്ട് പോണ പുരുഷന്മാരെ നബി തിരുമേനി ഗുണദോഷിച്ചിരിക്കണേ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അമ്മൂഞ്ഞേ, ാണ് നിന്റെ ബാപ്പാക്ക് എടുത്തോണ്ട് പാടാം. ഇത് കണ്ട. ഓക്കെ, നമ്മള് പോട്ടെ. അസ്സലാമു അലൈക്കും. കുഞ്ഞിനും തള്ളയ്ക്കും പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലല്ലോ. ആർക്കറിയാപ്പ.
നേഴ്സിന് ഇന്നാള് കണ്ടതിൽ ക്ഷീണം തോന്നുന്നുണ്ടല്ലോ മുഖത്ത്. ഓ നെവർ മൈൻഡ്. ആ ഞാൻ ഐഷ ഒന്ന് കണ്ടിട്ട് ഇരുന്ന് ഐഷ ഇരുന്ന് 2 ഓറഞ്ച് എടുപ്പിക്കട്ടെ തിന്നാന്. ക്ഷീണത്തിന് പെരുത്തി വിശേഷമാണ്. ഏത് ഈ സാരി പൂര ആന മയില് ഒട്ടകം ഒട്ടകം എന്റെ തല ഇതായിരുന്നു. ഇത് കണ്ടോ മൂത്തപ്പാ ഐഷാത്താക്ക് പെട്ടി പിടിച്ച് എന്താടാ പല കാണിച്ചത്? ചുമ്മാ കാരി പിടിച്ച ഇത് കദീജാക്ക് നമ്മുടെ പ്രസിഡന്റ് ആണ് കേട്ടാ. താങ്ക് യു. ഓക്കെ ഓക്കേ ഓടാപ്പുറത്ത് ഇത് കണ്ടോ ഓടാപ്പുറത്ത്. താത്താ താത്താ ആ സാരി ആരിക്കെന്ന് അറിയാവോ? ആർക്കാണ്? ആ ഇബിലീസ് നഴ്സിന്. നേരാണോ പോയ? ചുമ്മാ പോയി നോക്ക്. ഇത് കണ്ട ഏത് നമ്മുടെ ലൈറ്റ് ഹൗസിന്റെ അപ്പുറത്തെ കെട്ടിടവാ? വിമൻസ് ഹോസ്റ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ മതി. എന്ത് ഹോട്ടലാണ് ബല? ചപ്പം മറന്നു പോകുന്നു. ഒന്ന് കുറിച്ച് നേരാണോ പോയ? ചുമ്മാ ഒരു ആറ്റന്ന് മൂത്താപ്പ. എന്നിട്ട് വേറെ കെട്ടോളുണ്ടല്ലാൻ ഇബിലീസ് നൈസ്. ആഹാ ഒടുക്കം നൈസ്. നമ്മ വീക്കന അയ്യച്ചറം നല്ല നക്ഷത്രം അടിവാടല്ല. കദീജന്റെ മുടി നമ്മുടെ വാച്ചിന്റെ സ്പ്രിങ് പോലെ ഇരിക്കണല്ല. ഏത് എന്റെ റബ്ബേ ഇതെന്തു പറ്റി? നാളെ നമ്മൾ കാക്കും. നമ്മളെ ചതിക്കരുത് കേട്ടാ. ഓക്കെ ബൈ ബൈ. നീ എന്തിനത് കണ്ടു മോളെ? അവളെ ഈ വീട്ടിൽ കേട്ട കൊള്ളത്തിനുമ്മ കൊള്ളത്തിനുമ്മ. അത്രയ്ക്കായ ശൈത്താനെ. ഈ വീട്ടിൽ ആര് ബന്നം ആര് പോണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അവക്കരെ നീ എന്ത് വേണമെങ്കിലും ചെയ്യും. നാളെ ഇവിടെ 40 കൂടിയല്ലേ? അതിനുവേണ്ടി നീ വല്ലതും ചെയ്തിട്ടുണ്ടോ? എന്ത് ചെയ്യാനീ? എത്ര വേണമെങ്കിലും കുളിക്കട്ടെ. നീ കണ്ടവൾക്ക് വലുതൊക്കെ മേടിച്ചു കൊടുത്ത് നടക്ക്. നമ്മളെ ഈ ജാതി കാര്യത്തിന് മാത്രം ഒന്ന് ഉപദേശിക്കണ്ട. അവക്കരെ നീ പടച്ചോരെ മറക്കരുത് കേട്ടാ. വെളിക്ക് കാണുമ്പം നിനക്ക് ഞാൻ ഒരു പരിക്കൻ മുള്ളുള്ള മുരിക്ക്. വെളിക്ക് കാണുമ്പം നിനക്ക് ഞാൻ ഒരു പരിക്കൻ മുള്ളുള്ള മുരിക്ക്. കളിയൽ എന്നുടെ കരൽ തുറക്കുമ്പം കരിക്ക് നല്ലൊരു കരിക്ക്. കളിയൽ എന്നുടെ കരൽ തുറക്കുമ്പം കരിക്ക് നല്ലൊരു കരിക്ക്. പറകയല്ല ഞാൻ കള്ളം തുറന്നു നോക്കുകനുള്ളം. പറകയല്ല ഞാൻ കള്ളം തുറന്നു നോക്കുകനുള്ളം. നിറച്ചുമുണ്ടടി നിനക്കുമോന്തുവൻ മധുര ചക്കര വെള്ളം. നിറച്ചുമുണ്ടടി നിനക്കുമോന്തുവൻ മധുര ചക്കര വെള്ളം. പൈത്തമങ്ങതൻ മുയിത്തോരണ്ടിയിൽ ഇരിക്കും വണ്ടിനെ പോലെ. പൈത്തമങ്ങതൻ മുയിത്തോരണ്ടിയിൽ ഇരിക്കും വണ്ടിനെ പോലെ. മനസ്സിനുള്ളിലെ നിലവിൽ കയറി നീ കരണ്ട് തിന്നണ് ബാലെ. മനസ്സിനുള്ളിലെ നിലവിൽ കയറി നീ കരണ്ട് തിന്നണ് ബാലെ. ചവറ്റില കിളി പോലെ ചിലക്കയാണ് ഞാൻ മോളെ. ചവറ്റില കിളി പോലെ ചിലക്കയാണ് ഞാൻ മോളെ. കറുപ്പ് തിന്നണ പതിവ് മുട്ടിയ കാസരോഗിയെ പോലെ. കറുപ്പ് തിന്നണ പതിവ് മുട്ടിയ കാസരോഗിയെ പോലെ.
മാറണം എന്റെ ശീക്ക് മരുന്ന് നിന്നുടെ വാക്ക് മാറണം എന്റെ ശീക്ക് മരുന്ന് നിന്നുടെ വാക്ക് തലകുലുക്കടി തലകുലുക്കടി ഉടനെ കല്യാണ കുറി കുറിക്കണം എനിക്ക് തലകുലുക്കടി 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 ഉടനെ കല്യാണ കുറി കുറിക്കണം എനിക്ക് പൂച്ചനെ നമ്മുടെ പെണ്ണുകെട്ടി എന്നാണ് തന്റെ പൊന്നുമോളാണ് ആദ്യം ഇവിടെ ഇല്ലേ? മുത്തപ്പ ഇല്ല ഞമ്മ ഉണ്ട് കൊടേ കയറിച്ചോ മഴ ചിരിക്കണ ഈ വയറ്റാട്ടിക്ക് എന്താണ് ആരാണ്ടാ നിന്റെ വയറ്റാട്ടി? ഇത് കൊണ്ടോ ആദ്യം ഇവിടെ ഇല്ലേ? ഉണ്ട് കണ്ട എന്താണ് മമ്മുഞ്ഞെ? ചുമ്മാ പാപ്പുറത്ത്. ഓക്കേ ബൈ ബൈ. ഖദീജ, ഹാജിയാർ ഇവിടെ ഇല്ല. ഹാജിയാരെ കെട്ടിയവളുണ്ട്, ഒരു കുഞ്ഞുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ നിന്നെ ഒന്ന് കാണാനിരുന്നതാ. നീ ഇന്ന് ഞമ്മളോട് ഇത് ചെയ്ത നാളെ നിന്നോട് ആരെങ്കിലും ഇത് ചെയ്യും. ഈ വീട് നീ ഖറാബാക്കി കളയല്ലേ? അല്ല, വെളുത്തു നിർത്തി ആക്ഷേപിക്കുകയാണോ? അല്ലാന്ന്. ഇനി കളയാം, നമ്മുടെ കണ്ണി കണ്ണീരില്ല. ഇഡിയറ്റ്. വായുടെ നീ ഖദീജന്റെ അടുത്ത് എന്താണ് പറഞ്ഞത്? ചോദിച്ചത് മനസ്സിലായില്ലേ? നമ്മൾ എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? നീ ആരാണ് ഈ വീട്ടിലെ? ഈ വീട്ടിലെ ആരാണെന്ന്? നിങ്ങളുടെ കെട്ടിയവൾ. ശൈത്താനെ, പാവം വിചാരിച്ച് വീട്ടിൽ വിളിച്ചു നിർത്താമെന്ന് കരുതിയാല് കെട്ടിയവള്. എന്താണ് ഈ പറയുന്നത്? എടി, ഖദീജാനെ വരാൻ പറഞ്ഞത് നമ്മളാ. അവള് വരും, പോകും, വേണ്ടി വന്നാ ഇവിടെ നിൽക്കും. അത് അത് നമ്മൾ സമ്മതിച്ചിട്ടില്ല. നിങ്ങളുടെ കൈ കൊണ്ട് നമ്മളെ കൊല്ലും. എന്നാലും നമ്മളെ ഹക്കിന് ജീവനം ഉണ്ടെങ്കിൽ നമ്മൾ സമ്മതിക്കത്തില്ല. നാളെ ഉണ്ടാടാ നിനക്ക് പെൺപിള്ളാരെ തല്ലാനും. നിന്റെ കിടട്ട് ബാപ്പായ സമയത്തിന് നില്ല്. എന്താണ് ഇത്? പിടിക്കാനി കണ്ണു വയ്ക്കണ പിടിക്കാനി. ഞമ്മക്കൊന്നും മനസ്സിലാകണില്ലല്ല. തന്റെ മോളെ മഹർ ഇപ്പൊ മനസ്സിലായ? ഞമ്മടെ മോളെ മഹർ നിന്ന് നമ്മൾ മൊഴി ചൊല്ലിയിരിക്കുന്നു. കുഞ്ഞിനേത്? നിങ്ങളുടെ ഈ ചോരക്കുഞ്ഞിനെ ഓർത്ത് ഞമ്മട്ട് പൊരുത്തപ്പെടും. നമ്മൾ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എടുക്കണുണ്ടാ? എന്റെ പൊന്നു മോളെ, മോളെ മുത്തു നബിയാണ്. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ബാപ്പ. തെറ്റ് നമ്മളാണ് ചെയ്തത്. അട്ടയിനെ പിടിച്ച് മെത്തയിക്കുന്നത്, അതാണ് നമ്മൾ ചെയ്ത തെറ്റ്. അല്ല ആചാരെ, തെറ്റ് നമ്മളാണ് ചെയ്തത്. പഠിച്ചവന്റെ കുപ്പായത്തിൽ ഇബിലി തിരിഞ്ഞത് നമ്മൾ അറിഞ്ഞില്ല. ഇവളെ വിളിച്ചോണ്ട് പോണണ്ടാ? എന്താ ആചാരെ, ഇവളെ വളർത്തിയ കൈ ഒടിഞ്ഞിട്ടില്ല. ഈ കൈ തൊട്ട് മുത്തു നബീനെ പിടിച്ച് നിങ്ങളൊരു സത്യം ചെയ്തിട്ടുണ്ട്. തമ്പുരാനെ,
ഇതെന്താണ് ബാപ്പ? ഇത് നിന്റെ മഹർ. എന്റെ മകൻ. എന്റെ മകൻ കൂടി ഇവിടെ ഇരിക്കട്ടെ. പാവോളെ, ആചാരെന്ന് പറഞ്ഞാൽ അതിന് വലിയ അർത്ഥമുണ്ട്. മൂക്കരാജി എന്ന് പറഞ്ഞാൽ ഇറങ്ങി പോണണ്ട. കവീജ, നീ ചുണ്ട് സമർപ്പിക്കാനും വേണ്ടി ഈ ബലാക്ക് കായ് കളയാൻ തുടങ്ങിയിട്ട് പൈസ 5-6 ആയല്ല. ഒരണാക്ക് ശവക്കാൻ മേടിച്ചാല് ഞാൻ രണ്ടാളിന്റെ ചുണ്ട് ചുമക്കുമല്ലാടി. ആണാ സംഭവിച്ച ഔക്കരെ, സൈനവാനെ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞു നീ എന്താ ഒന്നും അനങ്ങാത്തെ? ഇവിടെ ഒരു കുഞ്ഞു കാല് കാണാൻ കൊതിയാവണം മോനെ. സൈനുവായും കുഞ്ഞുകാലും. ദേ, ധൃതിയാണെങ്കിലേ ഉമ്മയ്ക്കൊരു പാവക്കുട്ടിയെ വാങ്ങിക്കൊടുത്താൽ. ആട്ടുമ്മ അപ്പം തിന്നാൻ തപ്പുകൊട്ട് താമരക്കയ്യാൽ തപ്പുകൊട്ട്. അപ്പം തിന്നാൻ തപ്പുകൊട്ട് താമരക്കയ്യാൽ തപ്പുകൊട്ട്. പൂവിലെ വണ്ടിനാൽ തപ്പിനു തമ്പൂരു പുന്നാരം പാടി തപ്പുകൊട്ട്. പൂവിലെ വണ്ടിനാൽ തപ്പിനു തമ്പൂരു പുന്നാരം പാടി തപ്പുകൊട്ട്. പുന്നാരം പാടി തപ്പുകൊട്ട്. അപ്പം തിന്നാൻ തപ്പുകൊട്ട് താമരക്കയ്യാൽ തപ്പൊട്ട്. കിങ്ങിണി കെട്ടിയ പിച്ചകം തുള്ളുമ്പോൾ തേങ്ങില മുട്ടി തപ്പുകൊട്ട്. ചൂളം വിളിക്കണ കുഞ്ഞിക്കുയിലിനു താളം പിടിക്കാൻ തപ്പുകൊട്ട്. അപ്പം തിന്നാൻ തപ്പുകൊട്ട് താമരക്കയ്യാൽ തപ്പുകൊട്ട്. കയ്യിൽ കിടക്കണ കല്ല് വളരണ്ടും കൊഞ്ചിക്കിലുങ്ങാൻ തപ്പുകൊട്ട്. ചെല്ലക്കിനാവിൻ ചിറകടി പോലെ മെല്ലെ മെല്ലെ തപ്പുകൊട്ട്. അപ്പം തിന്നാൻ തപ്പുകൊട്ട് താമരക്കയ്യാ തപ്പുകൊട്ട്. തപ്പും കൊട്ടിത്തരി വളയും പൊട്ടി തങ്ക കയ്യുകൾ നൊന്തു പോയാൽ കയ്യാറ്റും കുഞ്ഞിനു കിട്ടും കാരോലപ്പം നെയ്യപ്പം. കയ്യിൽ നിറച്ചും കുഞ്ഞിനു കിട്ടും കാരോലപ്പം നെയ്യപ്പം. അപ്പം തിന്നാൻ തപ്പുകൊട്ട് താമരക്കയ്യാൽ തപ്പുകൊട്ട്.
ദേ അപ്പുറത്തെ റോസമ്മ കളി പഠിക്കണം ചെല്ല്. നമുക്കൊരു പാവാട. എന്തിനീ ഇതൊക്കെ മതി മോളെ. ഉമ്മാച്ചി ഉമ്മാച്ചി എന്ന് പറഞ്ഞ് പിള്ളേർ നമ്മളെ കളിയാക്കണം പോപ്പം. നമുക്കൊരു പാവാട വേണമെന്നേ. അതൊക്കെ കാവറിന്റെ ദേശമാണ് മോളെ. ഇസ്ലാമിന്റെ പെമ്പിള്ളാരി അല്ല കാച്ചീന്റെ മുണ്ടും ഉൾക്കയ്യം കുപ്പായും ഒരു തട്ടനും കൂടെ ഇട്ട് ഒരുങ്ങി വന്നാല് ഇതൊരു വർക്കാണ്. നേരെ വരും പള്ളി പൊത്തിച്ചു. നമ്മൾ പോകത്തില്ല. അതൊക്കെ നമുക്ക് മൂത്താപ്പ ഒരു പാവാട തുന്നിച്ച് തരാം. അമ്മീത് വിളിക്കുന്നു. ശരി വെക്കേ. കുറുകുറു മച്ചാം പെണ്ണുണ്ടോ, കുഞ്ഞാലി മച്ചാം പെണ്ണുണ്ടോ, കടിപിടി കൂട്ടണ പെണ്ണുണ്ടോ, കണ്ടാലോ നിക്കണ പെണ്ണുണ്ടോ. മണിച്ച് ശരിയല്ല. അല്ല നമ്മൾ നോക്കിയിരുന്നു കണ്ണു കഴിച്ചല്ലോ ആ മക്കളെ. നേരത്തെ ചേർക്കാൻ കയറി തെളിയാണ്. മതി മതി നേരെ ഒത്തിരി പോകാന്ന്. അമീരേ പള്ളിക്കുറിച്ചിൽ നിന്നും പോരുമ്പം പിള്ളേരെ സൂചിപ്പിച്ചു കൊണ്ടുപോകണം കേട്ടാ. ആ അത് ഞമ്മളേറ്റു. കോൺട്രപ്പന്നെ വിളിച്ചത്. കോൺട്രപ്പല്ല നീയാണോ ഉമ്മാച്ചിനെ വിളിക്കോ? ഓ വിളിക്കാൻ എന്നെ ഞൊട്ടി കളയുമോ? അയ്യോ 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 എനിക്കല്ല. അയ്യോ അയ്യോ എന്താടാ ഇത് ചന്തയാണോ? ആരാടാ മോങ്ങുന്നേ? നീ എന്താടാ കരയുന്നേ? അമിതോനെ ഇടിച്ചേ. അമിതേ ഇവിടെ വരൂ. നീ എന്താടാ അവനടിച്ച് ഇടിച്ചെന്ന് ചോദിച്ച്? അച്ചായം നുണയാണത്തെ. അല്ല സാർ ഇങ്ങോട്ടാണ്. ആരോടും ചോദിച്ചില്ല. ഇരിക്കോടെ. ഉമ്മാച്ചി എന്ന് വിളിച്ചാൽ ഇടിക്കൂടാ. എടാ ഇടിക്കും. ഉമ്മാച്ചിന്ന് വിളിച്ചാൽ ഇടിക്കും സാർ. ഞാൻ വിളിച്ചാലും ഇടിക്കൂടാ. സാർ വിളിച്ചാൽ സാർ ഞാൻ കൊച്ചു വർക്കിച്ചിട്ടില്ല. ഞാൻ വിളിച്ചാൽ നീ എന്റെ മകൻ കൊച്ചുവർക്കി ഇടിക്കുണ്ടോ? നീ തല്ലല്ലേ സാറേ. വരുന്നു. കൊച്ചുവർക്കി കളിക്കണം വീട്ടിന നമ്മളിങ്ങനെ എടുത്തോളം. അമീതെ ഒത്തിരി ഉണ്ടല്ലേ. ഉമ്മാതിയ മുന്തു കൈന്റെ വെള്ളയെല്ലാം ചുമന്ന് കിടക്കുന്നുണ്ട്. ഓ സാരമല്ലമ്മേ. നീ മണ്ടി നീ എന്തിനാണ് കരയണ? നീ ഒറ്റ ഒരുത്തൻ നിന്നെ ഉമ്മാച്ചിന്ന് വിളിക്കല.
എന്താ സാറേ പടിനോക്ക ചോര നടക്കണുണ്ടാ ഉണ്ടേ. അപ്പൊ സാറേ ഈ കണ്ണൻ തിരിഞ്ഞ പിള്ളേര് നമ്മുടെ 2 ചക്ക ചൂണ്ടിട്ടുണ്ട് കേട്ടാ. ഞാൻ നിൽക്കണ തടിയനെ അറിയോ? ഇല്ല, അതാണ് അവക്കരാജി. അവക്കരാജിയ ആന്ന് എന്റെ വാപ്പ. വാപ്പ, നമ്മുടെ വാപ്പ. ആ ചക്രവാഴ കിടക്കുന്ന പുളിച്ചു വാങ്ങാൻ ഒന്നുമില്ല. കേറിട്ട് വെറുതെ ഇറങ്ങിപ്പോരുത്. കൊല്ലട്ടെ കൊല്ലട്ടെ, മൂത്താപ്പ പള്ളക്കേട് കൊല്ലട്ടെ. പഴകിട്ടുകൊണ്ടാ ചുമ്മാ മുഞ്ഞേ നിന്റെ മൂത്താപ്പ പോയടാ. പോടാ പാട്ടത്തി കുർപ്പ നമ്മളെ ഒന്നരക്ക് കുർപ്പച്ച. അല്ലോ നമ്മ വീഴും കുർപ്പച്ച. ഇറങ്ങണോ? അവിടെ നില്ല. അല്ലോ ബേ ആട്ടെ, കൈ കായക്കണേ. കുറുപ്പച്ച പേർക്കിതേ മഴ വരണുണ്ട്. നമ്മുടെ തൊപ്പി താഴത്താണ്. മമ്മൂഞ്ഞെ ഈ കയറ് പിടിച്ചോ. എങ്ങനെ പിടിച്ചു? ഒരു കൈ വിടറാ. കേട്ടെ അവിടെ കെട്ടണ്ട. അരക്കിട്ട് കേട്ടാ. ആരിക്കിട്ട് കേട്ടോ. പിടിച്ചോ, കയറ് പിടിച്ചോ. അയ്യോ അതാ നാളെ കൂഞ്ഞാല പോലെ എന്ത് സോടി ആ മുറി. നമ്മളുടെ ബാപ്പാനെ കണ്ടമ്മ. ഉമ്മ മോനെ അമീരെ കുറെ കണ്ട? നമ്മള് കണ്ടു. നമ്മള് കണ്ട? ഹലോ, നമ്മള് കണ്ടില്ല. പെരുന്നാപ്പം കയറണം കേട്ടാ. അയ്യേ, ഈ പെണ്ണിന് നാണമില്ലല്ലോ. നീ ആ ചില്ലിപ്പെണ്ണ് വേണ്ട. ആ കണ്ട് അതിന്റെ ആ ഓലന്റെ അടി കൂടെ നോക്കിക്കേ. നമ്മള് കണ്ടില്ലല്ല. എന്ത് കണ്ണിന്റെ ബാറ്ററി തീർന്നു പോയാ? ആ കണ്ട് കണ്ട്. അല്ലാ നിന്റെ കണ്ണ്. പെരുന്നാക്കോൾ എന്തൊക്കെയാ? അയ്യേ, ഈ അമ്മച്ചിക്ക് നാണമില്ലല്ലോ. നീ പൊടി പെണ്ണെ. ഓ, ഞമ്മക്കെന്ത് പെരുന്നാളെന്ന കുട്ടി. നമ്മുടെ നെയ്ച്ചോറിന്റെ മണം അവിടെ അടിക്കുന്നുണ്ടാ പോലെ. ഉമ്മ തേനുവിന്റെ പെരുന്നാക്കൂടി അസ്സലായിട്ടുണ്ടുമ്മ. അയ്യേ, പൊതിച്ചളഞ്ഞല്ലോ. കുടിക്ക് കിരുവും കിരുവൊന്നും കൂടിയില്ല. കുടിക്കാനേ അല്ല, ഞങ്ങളുടെ സ്കൂൾ വാർഷിക ആണാ. എന്നാ വെക്കം പിടിക്ക്. ഇതൊന്നും ചമ്മട്ട ചെലവാകത്തില്ല.
കാറ്റവിടെ കാറ്റുമലരെ കവിളിനു കുങ്കുമമെവിടെ എൻ കിങ്ങിണിയെവിടെ കിനാവു തന്നുടെ സാമ്രാജ്യത്തിൽ കിരീടധാരണമായി കിനാവു തന്നുടെ സാമ്രാജ്യത്തിൽ കിരീടധാരണമായി കുയിലേ കുയിലേ കുഴലെവിടെ കളമുയരും വനനദി തൻ ശ്രുതി വേണം കൈതാളം വേണം പാടിടും കുയിലൻ നേരം തൻ പ്രേമ തരളിത ഗാനം കിനാവു തന്നുടെ സാമ്രാജ്യത്തിൽ കിരീടധാരണമായി കിനാവു തന്നുടെ സാമ്രാജ്യത്തിൽ കിരീടധാരണമായി കൊട്ടാരത്തിൽ സർവവിധ സൗഭാഗ്യത്തിൻ സമ്പന്ന റാണിയായി ഒരു നീ പൊന്മയിലേ മാപ്പു നൽകണം രാജൻ ഈ പുരുഷനൻ തോഴൻ ഇല്ല ഞാൻ കൈവിടില്ലേ പുല്ലാങ്കുഴൽ ഭവാനായി മാപ്പു നൽകണം രാജൻ പിടിയവിടെ
പുല്ലാങ്കുഴൽ അന്ധനാനന്ദനാനിന്ന് വിരൂപനാനന്ധകാരത്തിലെ പാഴ്പുഴുവാനവൻ. ചൊല്ലുക നീ നിനക്കിനിമേൽ വേണ്ടത് സ്വർലോകമോ നിന്റെ വിച്ചക്കുരുടനോ? അടക്കുവരി മൂത്താപ്പ പോയി അവിടെ ഇരിയുടെ ആലവലാതി ഈ പെട്ടി ഉണ്ടാ. കുയിലേ കുയിലേ കുഴലവിടെ പാട്ടവിടെ കാട്ടുമലരെ കവിളിനു കുങ്കുമമെവിടെ എൻ കിങ്ങിണിയെവിടെ കിനാവു തന്നുടെ സാമ്രാജ്യത്തിൽ കിരീട കാരണമായി കിനാവു തന്നുടെ സാമ്രാജ്യത്തിൽ കിരീട കാരണമായി. ദൈവമേ കരുണാസാഗരമേ ദൈവമേ കരുണാസാഗരമേ കരുണാസാഗരമേ ദൈവമേ കരുണാസാഗരമേ ദൈവമേ കരുണാസാഗരമേ ശരണാംബുജമേ ആശ്രയമായി മേ സകല ഗുണാകരമേ ദൈവമേ കരുണാസാഗരമേ ദൈവമേ കരുണാസാഗരമേ. എന്താ ഇത്? ഡ്രാമ കഴിഞ്ഞോ? കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു. ചേടാ കളി ഇളകിയോ? ഇളകി വല എല്ലാം കൂടി തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കും. പോരാട്ടാവും പിന്നെ മുടിഞ്ഞു മുസീബത്ത്. എന്താടാ ഈ പാതിരാത്രി ഇടുന്ന ഒച്ചയലാകും? കിടന്ന് പറഞ്ഞു നേരം മുളുക്കിട്ട് എല്ലാത്തിനും നമ്മൾ കൊന്ന് കുഴിച്ചു മൂടും. അലാക്ക് എന്താടാ കാര്യം? നീ തടി പോയിച്ചു നോക്കണം. പുറത്ത് നാടകത്തിന് നല്ല കയ്യടിയായിരുന്നു. എന്ത് പണ്ടാരെങ്കിലും ആകട്ടെ, ആ ചെവിന്റെ അകത്തിരിക്കുന്ന ചായം തൂത്തുകള. എന്നിട്ട് ഉമ്മ ഞാൻ പാട്ട് പഠിക്കുന്നത് ഇടേന്റെ അടുത്തേക്ക് ചെന്നില്ല. മുന്നിരുന്നോണ്ട് ബാപ്പ ഒരു നോട്ടം, ഞാൻ വിറച്ചുപോയുമ്മ. ബാപ്പ നീ ചെല്ലു മോളെ.
അല്ല എല്ലാം മയ്യത്തായ എങ്കിൽ പെരുത്തു പോകാരം തൈനോ പാപ്പാട്ടാ പായെടുത്തിട്ടോട് ഇവിടെ നിന്റെ തക്കാരൊന്നും വേണ്ട കേട്ടാ. നിങ്ങളുടെ ഉള്ളിരിപ്പ് പഠിച്ചവന് തന്നെ മനസ്സിലാകുവാന്നാണ് സംശയം. ആണോ മോളെ തൈനോ നിങ്ങോട്ട് മാറുന്നില്ല. ചെല്ലു മോളെ. അല്ല നല്ല മാണിക്യം പോലത്തെ പെണ്ണിനെ താനും തന്റെ മോളും കൂടെ അവിടെ ചീത്തയാക്കിയത്. നമുക്കൊരു പുടിയും കിട്ടില്ല. നിങ്ങൾ എന്തിനാണ് വന്നത്? ഒരു പുടിയും കിട്ടുകയില്ല. ഇസ്ലാമിന്റെ വേഷവും കിട്ടി നടക്കുന്നു. ഒട്ടി മടിച്ചിട്ട് ആടിയും വെച്ച് എടി അവക്ക് രാജിന്റെ മോളെന്ന് പറഞ്ഞ് നടക്കാൻ നിനക്ക് നാണമുണ്ടാടി എടി ഉണ്ടാന്ന്. അജയരെ അവക്ക് രാജീവിന്റെ മോളാണെന്ന് പറഞ്ഞ് നടന്നാല് അവൾക്കാണ് കുറച്ച്. ഹിമാറ് കണ്ട കാഫ്രിയുടെ കൂടെ കൊന്ന ചോരയനയിച്ച് നാടകം കളിപ്പിച്ച് നടക്കുന്ന അവനക്ക് ഞമ്മളെ കുറച്ചില്. തേനുവാ ഇറങ്ങു പുറത്ത്. ഇവിടെ പുറത്തത് മതി. ഇറങ്ങാനി. എച്ച് ക്ലാസ് കഴിയാണേലും പഠിച്ചവൻ കാത്ത് നമ്മൾ അവളെ ഇവിടം വരെയാ. ഇസ്ലാമിനെ പറ്റിയ രീതിയിലല്ല നമ്മൾ നടക്കണമെന്ന് പറഞ്ഞാൽ വർത്താനം പറയുന്നത് സൂക്ഷിച്ചും കണ്ടും വേണം. തൈനു ഒടിയാക്ക്. തേനുവാ നിന്നിട്ട് ചമ്മലാണ് പറയുന്നത്. ഇറങ്ങാനി. നീ അവിടെ ചോരയാണ്. ചോര ആരിക്കെല്ലാം ഉണ്ടാക്കിയാരെ ഈ നാട്ടിൽ. 17 വർഷം വരെ ഹാജിയാർക്ക് ചോരയില്ലായിരുന്നു. ഓളെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന ഒരു പാപ്പ. എന്ത് പറഞ്ഞു? നമ്മളവിടെ വിഴുന്നതാന്ന് നമ്മൾ തീരുമാനിക്കാന്ന്. അവക്ക് രാജിന്റെ മോൾക്ക് ചീത്തപ്പേര് വന്നാല് ചായക്കടക്കാരനൊന്നുമില്ലാടോ. വായി വാക്ക് പറയാണ്ട് പോയി പണി നോക്കാജിയാരെ. ഈ ജാതിയിൽ ഉണ്ടല്ലോ മനുഷ്യന്മാര്. ആജിയാരൊരു കാര്യം പാടി ഇറങ്ങി വരാനി. നീ ഇവിടെ പുറത്തത് മതിയിരുന്നു. ഉണ്ടാക്കല്ലേ കണ്ടിട്ടേ നമ്മളോട് പറയണു. നിങ്ങൾ നമ്മുടെ വാപ്പാനെ തല്ലിയില്ലേ? ആ കൈ നമ്മൾ പരിച്ചെടുക്കാത്തത് നിങ്ങളുടെ ക്ഷണം കൊണ്ടല്ല. നിങ്ങൾ ഇവിടെ വാപ്പായി പോയത് കൊണ്ടാ. നീ അത്രയ്ക്കായ നമ്മുടെ മോളെ കൊണ്ടുപോകാമെന്ന് വെച്ചപ്പം വേണ്ട. 17 വർഷം നിങ്ങളുടെ അരച്ചല്ലിക്കായന്റെ സഹായമില്ലാണ്ട് നമ്മൾ ഇവിടെ വളർത്തി. നിങ്ങളുടെ ഓസാറൊന്നും വേണ്ടാന്ന് നമ്മുടെ ബാപ്പാനെ തല്ലു ഇല്ലേ? പാപ്പാനെ തല്ലിയാലി നീ എന്ത് ചെയ്യും? ഇതിന് നിന്നിട്ട് എല്ലാം നമ്മൾ പറഞ്ഞ് ചോദിച്ചില്ലെങ്കിൽ ആരും കൂട്ടി അവക്കാറ്റിന്റെ പാപ്പ ആരാണെന്ന് ചോദിക്കും. നമ്മളൊരു നോട്ടം ഓടാതടാ, മീൻ ചീഞ്ഞു പോകടാ. ഇത് ഇറച്ചിയാണ്, അത് മീനാണ്. നീ ഇതൂടെ പിടിച്ചു. ഇത് കണ്ട ഇതൊന്ന് പിടി. നമ്മ തുണിയൊന്നും എടുക്കട്ടെ. നീ ഇതൊന്ന് പിടിയടാ, ഞാനൊരു വീട് വലിക്കട്ടെ. പുള്ളാറ്റിന് പട്ടിനെ പേടിയുണ്ടാ? ഓടാ, പൂച്ച പേടിയില്ല. പിന്നെ ആ പട്ടിയെ കണ്ട നിനക്ക് പേടിയുണ്ടോ? നീ പട്ടിയെ കണ്ട ഓടായിരുന്നു. ബഹുമാനപ്പെട്ട വരോമൂർത്തി, ക്ഷമിക്കണം. ഇറച്ചി അവൻ ചെയ്യില്ല, ഇത് മീനാ. ആ മീനിങ്ങനെ നേരടാ. മുതലാളി വഴക്ക് പറയും. ഇതാ തന്നേറ്റ് പോടാ. പോടാ.
എടാ ഞാനല്ല വിശ്വാമിത്രനെ ശപിക്കും. എനിക്ക് വല്ലാതെ പേടി തോന്നി. ഇത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കൊന്നും ഉറങ്ങാൻ കഴിഞ്ഞു. ഞാനും ഉറങ്ങിയില്ല. എല്ലാം അറിയുന്ന മൂത്താപ്പ ഇനി ഈ അതിർക്കകത്ത് കടക്കരുതെന്ന് പറഞ്ഞപ്പോൾ എന്റെ ഹൃദയം തകർന്നു പോയി സൈനു. ഈ ലോകം മുഴുവനും എതിർത്ത് നിന്നാലും നിന്നെ കൂടാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല സൈനു. എന്നെ ജീവനക്കാർ സ്നേഹിക്കുന്ന അമീറിനെ എന്റെ പാവപ്പെട്ട കുടുംബത്തിലെ ആർക്കെങ്കിലും മറക്കാൻ കഴിയുമോ? എന്റെ ഖബർ വരെ ഞാൻ മറക്കില്ല ഹമീദെ. ഇതെല്ലാം ആയാലും എന്റെ നല്ല മൂത്താപ്പയുടെ ഒരു തുള്ളി കണ്ണുനീർ വീഴാൻ ഞാൻ ഇടയാക്കിയില്ല. അതിനുവേണ്ടി നമ്മുടെ ഈ പ്രേമബന്ധം പോലും ഞാൻ ഉപേക്ഷിക്കേണ്ടി വന്നാൽ എന്റെ ഹമീദ് എന്നോട് ക്ഷമിക്കണം. മോളെ നീ ചെന്ന് കിടന്നുറങ്ങി. മോനെ അമീരെ, നാളെ നിന്റെ പാപ്പ ഇങ്ങോട്ടൊന്ന് വരാൻ പറ. ശരി. ഉമ്മ ഉമ്മ വന്നുമ്മ. ആര് വന്നു? ആരാടി പെണ്ണെ? ഹമീദിന്റെ പാപ്പ. എന്ത് അമീത? പേര് വിളിക്കണം. അർജന്റ് ചൂടാണല്ലോ അക്കായുടെ. പിന്നെ എന്തുണ്ട് വിശേഷം കാതറെ? നമ്മുടെ ഫസകുദ്ദീൻ സൽമാൻ വിശാരുദ്ദീനെ കൈരണ്ടും റൂഹിക്കേറ്റി സവാരിക്ക് കെട്ടി മലന്നില്ല എന്നായി. ശരി, ആജിയാരുടെ ഭാഗത്ത് നിന്ന് പോലീസ് അമ്മമാരെല്ലാം നമ്മുടെ ഭാഗത്ത് വന്നല്ല. അല്ലാ, തന്റെ കുട്ടീന്റെ വിരാന്തി ഇതുവരെ തീർന്നില്ലെന്നാണ്. നമ്മള് തന്റെ വീട്ടുകാര്യമാണ് ചോദിച്ചത്. തന്റെ മോൻ അമീദിനെ ഞമ്മക്ക് കുട്ടീന്റെ കാര്യമാണെങ്കിൽ അവനിക്ക് അപ്പടി നാടകമാണ്. അതേ, ഈ നാടകവും കീടകവുമായിട്ട് പിള്ളേരെ വിട്ടാൽ പറ്റത്തില്ല കേട്ടാ. തിരിച്ച് ചുമതലക്കാരാക്കണമെന്ന് അത് ഞമ്മക്കും തോന്നാണ്ടിരുന്നു. ആ ഇടയിലുവിടച്ചിയായിട്ട് അങ്ങോട്ട് വന്നപ്പോഴും ആര് സൈനു അമീദ് നാടകത്തില് ആ പിള്ളേരെക്കാളും കഷ്ടമാണല്ലോ അപ്പാ. ഉപ്പാപ്പ, ഇത് വലിയ അർജന്റ് ചൂടാണല്ലോ മോളെ. വാ പോവല്ലേ, ഇങ്ങോട്ട് മാറുന്നില്ലേ. ഈ രാജകുമാരൻ സ്നേഹിക്കാണ്ട് നമ്മടെ മോഞ്ചിട്ട് സ്നേഹിക്കാൻ കാര്യം എന്താണ്? കളകാതരെ, നമ്മക്കിത് എപ്പോഴാണ് നടത്തേണ്ടത്? ഇപ്പൊ നടത്താന്ന് ഒരാഴ്ച. ഓ, ദുൽഹജ്ജ് 18 നമുക്ക് നടത്തിയാൽ എന്താണ് നിക്കാഹ്? മോളെ, എല്ലാം ബാപ്പാന്റെ ഇഷ്ടം. കേട്ടാ കാതരെ, ഞമ്മക്ക് 18 തന്നെ അങ്ങ് നടത്തണം. പടച്ചോൻ സഹായിച്ച് ഞമ്മക്കൊരു കുഴപ്പമില്ല. എന്ത് പെണ്ണ് മത്താമ്പ് കത്തിച്ചു പോലെ നിൽക്കണ? പോയി തേങ്ങ ശരണ്ട് പെണ്ണ്. താനും റാണിയുമായി സൗന്ദര്യ സാമ്രാജ്യത്തിൽ പൊൻതാര പൂക്കൾ തേടി പറന്നു പോകും, എന്നും പറന്നു പോകും, എന്നും പറന്നു പോകും, എന്നും പറന്നു പോകും. നിക്കാണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാലായിച്ച കാതറി ഞമ്മന്റെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അവൾക്ക് കൈ ഉള്ളത് നമ്മൾ ചെയ്യണം. ബാപ്പ ചോറ് തിന്നു ചെയ്യണവാ. അത് തന്നെയാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിരിക്കട്ടെ, ചിറ്റിക്കായി എന്ന് കിട്ടുമ്പോൾ
അത് നമ്മളെ അന്നശേരത്തി മേടിച്ചു തരും പാപ്പ. അത് കിട്ടിയാലേ ഒരു 10 പേർക്ക് നെയ്ച്ചോറ്. ഇതൊന്നും ഇല്ലേലും നമ്മളെ കുഞ്ഞുവീവി താത്താന്റെ ഇച്ചിരി കൈകൊട്ട് പാട്ട് വേണം പാപ്പ. ഇനി എത്തിരി ദിവസമുണ്ട്. ഇന്നാ ബാപ്പ. ഇതെന്താണ് മോളെ? കൊറേ ചില്ലറ കാണും ബാപ്പ. എന്റെ മാപ്പിള വരുന്നുണ്ട്. ഹാജിയാരെവിടെ കാക്ക? വന്നില്ലേ? ഇല്ല, നമ്മൾ തന്നെയാണ് നിക്കാഹിനിരിക്കാൻ പോണത്. നീ പോയി. അത് ശരിയല്ലല്ല കാക്ക. ബാപ്പ ഹയാത്തോട് ഇരിക്കുമ്പോ മകളെ നിക്കാഹ് ചെയ്ത് കൊടുക്കേണ്ടത് ബാപ്പ തന്നെയാണല്ലോ. എന്ന് വെച്ചാല് പെണ്ണിന്റെ ബാപ്പ വരാണ്ട് നിക്കാഹ് നടത്തണ്ടാന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ താലി പറയണത്? ഹാജിയാർ വരാണ്ട് ഈ നിക്കാഹ് നടത്തണ്ടാന്ന്. പെണ്ണിന്റെ വാപ്പ വരാണ്ട് ഈ നിക്കാഹ് നടത്തൂലെന്ന്. ഹാജിയാർ വരാണ്ട് ഈ നിക്കാഹ് നടത്തിക്കത്തില്ലെന്ന്. പെണ്ണിന്റെ വാപ്പ ഇല്ലാണ്ട് നിക്കാഹ് പടച്ചുവനെ നിരീച്ച് നിങ്ങൾ ഇച്ചിരി ക്ഷമിക്കൽ. നമ്മളിപ്പോ വരാം. ഹാജിയാർ, താനെന്തിനാണ് ഇങ്ങോട്ട് കയറുന്നത്? തന്നോടാണ് ചോദിക്കുന്നത്. ആചാരാ, താനെന്ത് പറഞ്ഞ്? ആചാരെന്ന് വെച്ചാൽ അതിന് വലിയ അർത്ഥമുണ്ടെന്ന്. ഉണ്ടോടോ ഉണ്ട്. അള്ള ശൈത്ത അവക്കൊരാജീരത്തെ കിട്ടിയാന്ന് തന്റെ ബുദ്ധി ഞപ്പെട്ട വേഷ കേട്ടാ. നടത്തണോ നിക്കാഹ്? നമ്മൾ ചെയ്തതെല്ലാം തെറ്റി. ഇപ്പോഴെങ്കിലും തനിക്ക് ബുദ്ധി തോന്നിയാ? ഈ പടിയിന്റെ അകത്ത് കാലുകുത്താൻ തനിക്ക് നാണമുണ്ടാടോ? മൂത്ത് മൂത്ത് മൂക്കി പല്ല് വന്ന് എന്ത് കരയിന? എന്തിന്? തന്റെ കള്ളക്കണ്ണീര് കാണുമ്പോൾ നമ്മുടെ മേല് വെറുക്കുന്നുണ്ട് കേട്ടാ. പോണുണ്ടായിരുന്നേ നിങ്ങളെ കാല് പൊടിക്കണ ആചാര്യ. കൈതഭാരം ഓർത്ത് നമ്മുടെ മോളെ ആർക്ക് കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കും. അത് എവിടെ വെച്ച് നടത്തണമെന്ന് നമ്മൾ തീരുമാനിക്കും. ആചാര്യ നിക്കാഹ് നടന്നില്ലെങ്കിൽ നടക്കട്ടാന്ന് പോണുണ്ടായിറങ്ങി. ആചാര്യ പടച്ചവരെ ഓർത്ത് നമ്മുടെ കയ്യിന്റെ ചൂട് തനിക്ക് ഓർമ്മയുണ്ടാ? പോകാനി പോകാനി. എന്തായി പാപ്പ? ആചാര്യ വരത്തില്ല മോൾ, വരത്തില്ല. നമ്മളൊന്ന് പോയേച്ചു വരാം. എന്തായി കാക്ക? ഇപ്പൊ വരും കാതറെ. അയച്ചാ പോയിട്ടുണ്ട്. ആര്? നീയോ? പടച്ചവനോർത്ത് നിങ്ങൾ വരണം. നിങ്ങൾ വരാണ്ട് നമ്മൾ പോകത്തില്ല. അള്ളാണ് റസൂലാണ് നമ്മൾ അറിയാണ്ട ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. പോണെന്താ പുറത്ത്? അവക്കേ എന്താ വരാന്? ഈ ചോര നീ കണ്ടാടാ? നിന്റെ കൽവ് കരിങ്കില്ലാണാടാ? ഇവള് ഞമ്പന്റെ അടുക്കാന്ന് പറഞ്ഞ വാക്കും മാറ്ററിയാവാ.
മകളെ കെട്ടിക്കാന് തന്റെ ഓശാരമൊന്നും വേണ്ടാന്ന്. ഓശാരം വേണാടി ഇപ്പോൾ. അവക്ക് രാജീനെ നോവിച്ചിട്ടുള്ള ഒരുത്തരും ചുമ്മാ പോയിട്ടില്ലാടി. ചാകട്ടുമ്മാ ചാകട്ടും. ശവത്തെ കുത്തി പൈക്കാതെ മോനെ. സൈനവാന്റെ നിക്കാവ് പോയി നീ നടത്തില്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഇവിടെ നിറഞ്ഞു ആവുക്കരെ. ഇല്ലെന്ന്. അപ്പം നമ്മൾ പോണമെന്നാണ് ഉമ്മ പറയണത്. അതെ മോനെ. ഒരു കാര്യം ചെയ്യും, ഇവളോട്ട് പോകാൻ പറ, നമ്മൾ ചെല്ലാം. ഉമ്മ മോളെ നീ വെക്കം ചെല്ലി, അവൻ ഇപ്പം വരും. പുന്നാരെ ഉമ്മാനെ പഠിച്ചാൽ വെച്ചിക്കട്ടെ. വന്നുണ്ട് വാപ്പ, വന്നുണ്ട്. ആചാര്യ വന്നുണ്ടല്ലോ. എന്റെ പാപ്പ വന്നിട്ടുണ്ട്. പുതിയ പ്ലാന്റെ കൂട്ടക്കാരെല്ലാം വന്നിട്ടുണ്ടാവാം. വന്നിട്ടുണ്ടാന്ന് ഉണ്ടായില്ലേ? ചെറുക്കന്റെ ബാപ്പ വന്നിട്ടുണ്ടാ? നമ്മളിവിടെ ഉണ്ടായി ഉണ്ടാ. എന്നാല് ഈ നിക്കാഹ് നടത്താൻ ഞമ്മക്ക് മനസ്സില്ല. എന്റെ പഠിച്ചോനെ, ശമ്പക്കച്ചവടക്കാരൻ കാതിലിന്റെ മോൻ അവക്ക് രാജിന്റെ മകളെ കെട്ടാൻ മറന്നില്ലടാ. നമുക്ക് ആചാര്യ സമ്മതിച്ചാചാര്യ, ഞാൻ ചെമ്പക്കച്ചവടക്കാരൻ കാതറിന്റെ മോനാണ്. അതിലെനിക്ക് അഭിമാനമുണ്ട് ആചാര്യ. പലിശ വാങ്ങാതെ, കള്ളാധാരം ഉണ്ടാക്കാതെ, പാവപ്പെട്ടവനെ വഞ്ചിക്കാതെ വിയർപ്പൊഴുക്കി പണിയെടുക്കുന്ന എന്റെ വാപ്പായെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് ആചാര്യ. നിങ്ങൾ ഇത് ചെവിയിൽ നുള്ളിക്കൊള്ളൂ. കാതറിന്റെ മോനാണ് ഈ പറയുന്നത്. ഓടാ നമുക്ക്. ഇതെന്തൊരു പാടായത്. എടിയോ, നിന്റെ മോൻ ചിരിപ്പ് കണ്ട? ആ അൽക്ക ആജിന്റെ പോലെ നിനക്ക് തന്നില്ല എന്ന് വെച്ച് നാട്ടും പുറത്ത് പെമ്പിള്ളാരി ഇരുന്ന് പോയടാ. ഈ പരന്നു കിടക്കുന്ന ദുനിയാവില് ഇതൊരു മൈനർ കാര്യമാണ്ട. അതൊക്കെ പോട്ടെ വാപ്പ. ഞാൻ ഒരു സ്ഥലം വരെ പോകാൻ ഉദ്ദേശിക്കുകയാണ്. സ്ഥലമെന്ന് വെച്ചാല് പണ്ടാനത്ത് അപ്പച്ചിന്റെ വീട്ടിലാ? അല്ല, എനിക്ക് കുറച്ച് പണം വേണം പാപ്പ. പണം എന്തിന്? കുറെ നാളത്തേക്ക് പുറത്തെവിടെയെങ്കിലും മാറി നിൽക്കണം. ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും പാപ്പ. നീ ഇങ്ങനെ വിഷമിച്ചാലാ? മോന്റെ കാര്യം ചെയ്യും. 5000 ചുറ്റി പിടിച്ച കായ് നിന്റെ ഉമ്മാന്റെ തേരി പോയി വാപ്പാന്റെ കായ് പിന്നെ ആരിക്കാണ്ട. അർജന്റായിട്ട് പോയി കുളി. ഇപ്പോഴത്തെ പിള്ളാരുടെ വേഷം. ഓനെ വളച്ചോന്റെ ഓർത്ത് നമ്മള് കാരണം നീ നാട് വിട്ടുപോയത് വരണ്ട് കേട്ടോ. ഇതാരുടെയും കുറ്റമല്ല മുത്തപ്പ. വരാനുള്ളതൊക്കെ വന്നു. ഞാൻ തീർച്ചയായും ഒരു ദിവസം തിരിച്ചു വരും. പോയി വരട്ടുമോ? സൈനു ആ സൈനു, നീ കരയാതെ. അള്ളാഹുവിന്റെ കരങ്ങളാണ് നമ്മെ ഒന്നിപ്പിച്ചത്. ആ അള്ളാഹു എല്ലാം നേരെയാക്കും. കാലം എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കും സൈനു. അമ്മീത് പോകരുത്, ഈ നാട് വിട്ടു പോകരുത്. ഉണ്ടായിരുന്നാൽ എനിക്കത് മാത്രം മതി. പോകേണ്ടത് ആവശ്യമാണ് സൈനു.
ഞാനിവിടെ നിന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. കരയാൻ മാത്രമേ കഴിയൂ ഹമീദേ. സൈൻ, നീ കാത്തിരിക്കുമെങ്കിൽ ഞാനൊരു ദിവസം നിനക്ക് വേണ്ടി തിരിച്ചു വരും. ഞാൻ കാത്തിരിക്കും, എന്റെ മരണം വരെ കാത്തിരിക്കും. ഇൻഷാ അല്ലാഹ്. ഞാൻ പോയി വരട്ടെ. എന്റെ ഹമീദേ. ഐഷ, ഐഷ. എന്താ വാപ്പ? വാപ്പ ഒരു കാര്യം പറഞ്ഞാൽ എന്റെ മക്കളത് ചെയ്യുക. ഇതെന്ത് ചോദ്യമാണ് വാപ്പ? വാപ്പ പറയണത് എന്തെങ്കിലും നമ്മൾ ഇന്നുവരെ കേൾക്കാണ്ടിരുന്നിട്ടുണ്ട്. മോളെ, 3-4 ദിവസമായി വാപ്പ ഒത്തിരി ചിന്തിച്ച് ഒരു കാര്യം തീരുമാനിച്ചു. സൈനബാല അവിടെ ബാപ്പാട്ടെ കൊണ്ടു ചെന്നാക്കണം. നമ്മൾ ഹക്കിന് ജീവനുള്ള കാലം അത് മാത്രം ചെയ്യത്തില്ല വാപ്പ. ഉപ്പാപ്പായും ഉമ്മായും വിട്ടേച്ചും ഞാനെങ്ങും പോകത്തില്ല. മോളെ, ഇവളെ ബാപ്പ അയാളത്തോടിരിക്കുമ്പോ അയാളെ സമ്മതം കൂടാണ്ട് ഇവളെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല. അത് നീ കണ്ടില്ലേ? അതാണ് നമ്മളെ ജാതി പുറത്തെ വഴക്കം. അയാള് നമ്മളോട് ചെയ്ത ദ്രോഹം നമ്മക്കറിയാൻ മേലാഞ്ഞിട്ടല്ല. എന്നാലും ഇവളെ നല്ലതിന് വേണ്ടിയിട്ട് നമ്മളതൊക്കെ മറക്കണം മോളെ. ബാപ്പ ഇന്നാ നാളെ വീട് ചാകണമെന്ന് ആർക്കറിയാം. ഒത്തിരി നിങ്ങൾ ആലോചിക്കണ്ട. ഇതിന്റെ കുറച്ചിൽ നമുക്ക് 2 പേർക്കും കൂടെ സഹിക്കാം. എന്നാലും അവള് നന്നാകട്ടെ. ഓള് ബാപ്പ പറയുന്നത് കേട്ടു. എല്ലാം ബാപ്പാന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഉമ്മ, റോസമ്മേ, എന്നെ ബാപ്പായുടെ വീട്ടിക്കൊണ്ടാക്കാൻ തീർച്ചപ്പെടുത്തി. നേരാണോ സൈനു? എടി പെണ്ണേ, നവേനയുടെ 3-ാം മണിയാ കേട്ടത്. മറ്റു നടന്നേരെ, ഞാൻ ദേ വരുന്നു. റോസമ്മേ, എനിക്ക് ഒരു 100 കൂട്ടം കാര്യം പറയാനുണ്ട്. നീ വിഷമിക്കാതിരിക്കൂ സൈനു. ഞാൻ നിത്യശയ മാതാവിന്റെ നൊവേനയ്ക്ക് പോവുകയാണ്. ഏത് കാര്യം അപേക്ഷിച്ചാൽ തരുന്ന ലോകമാതാവിന്റെ നൊവേന. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സൈനു. റോസമ്മേ, നീ വിഷമിക്കാതിരിക്കൂ സൈനു. അമ്മയുടെ കാര്യമൊക്കെ സാധിക്കുമെന്ന്. നിത്യസഹായമേകാ
തന്ന കൈകളാ വേദന മാറ്റണമേ വേദന മാറ്റണമേ കന്യമാറിയമേ വിണ്ണിലെ രാജ കന്യകേ ദൈവമാതാവേ കന്യകേ ദൈവമാതാവേ കന്യമാറിയമേ വിണ്ണിലെ രാജ കന്യകേ ദൈവമാതാവേ കന്യകേ ദൈവമാതാവേ. ഞമ്മളുടെ സ്ഥലം ഞാൻ പോണോ ഉമ്മ പോണം മോളെ ഉപ്പാപ്പാന്റെ ആശ അതല്ലേ നടക്കട്ടെ ബാ മോള് പോയാലും ഉപ്പാപ്പാക്ക് ഒരു ഉപകാരം ചെയ്യണം. ഉപ്പാപ്പ എന്നും മൂവന്തി നേരത്ത് ആ പടിയും ചുറ്റേ വന്നു വിടും. മോള് പാപ്പാനെ കാണാണ്ട് ആ മാളികേന്റെ മുകളിൽ വന്ന് നിന്നാലും മൂത്താപ്പ ദൂരെ നിന്ന് കണ്ടോളാം. ഓളെ കാണാണ്ട് മൂത്താപ്പാക്ക് ഉറക്കം വയ്യല മക്കളെ. ചെല്ലി ചെല്ലി മോളെ ഒക്കെ ചെല്ലി. ചെല്ലി ഒക്കെ ചെല്ലി. എടി ഐസ, നീ എവിടെ മോത്തൊന്ന് സൂക്ഷിച്ചു നോക്ക്. ഞമ്മളെ കണ്ണ്, ഞമ്മടെ മൂക്ക്, കള്ളി ഒന്ന് ശരി ഉമ്മുമ്മ കാണട്ടെ. എന്ത് പെണ്ണ് മയങ്ങണം തിരിവെണ്ണ് ഉമ്മ കാണട്ടെ. അവള് ഞമ്മളെ മോളാണ്. മോളെ അമ്മായിക്ക് തന്നെ ഇരിക്കട്ടെ. അള്ളാഹിന്റെ റസൂലും കഴിഞ്ഞാൽ ഇവൾക്ക് അമ്മായി മാത്രമേ ഉള്ളൂ. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഐസ. നീ എന്താണ് ഈ കണ്ണു മേയിക്കുന്നത്? ഐസ സൈനവാനിയും കൊണ്ട് വന്നതാണ്. ആണാ? നിന്റെയും നിന്റെ വാപ്പാന്റെയും വാശി കഴിഞ്ഞാടി. മതിയാക്കടാ നിന്റെ ഒരു വാശി. പറയട്ടെ അമ്മായി, ആ ഒച്ച കേട്ട് ഞമ്മളെ മനസ്സ് തണുക്കട്ടെ. ഉമ്മ, എനിക്ക് പേടിയോ? ഞാനും വരുന്നു. മോളെ, ബാപ്പായും ഉമ്മുമായും പറയുന്നത് കേട്ടുന്നില്ല. വേണ്ട, ഉമ്മ. പാലാനുത്തിനാനിൻ കൽവിലെ പങ്കിളിക്കു പഞ്ചാ കുഴമ്പാണു സൈനബ പഞ്ചാര കുഴമ്പാണു. പാലാനുത്തിനാനിൻ കൽവിലെ പങ്കിളിക്കു പഞ്ചാര. പാലാണ് തേനാണ് തേങ്ങാക്കൊല. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ മുറിക്കത്ത് കയറണം? ഉമ്മിച്ച പറഞ്ഞിട്ട് ഞാൻ എണ്ണക്കുപ്പി എടുക്കുകയായിരുന്നു. എന്തിന്? എന്നെ വേണമെങ്കിലേ കാശ് കൊടുത്ത് മേടിക്കണം. ഒരു സാധനം മുറിയിൽ വെക്കാൻ പാടില്ലെന്നായല്ലോ. കള്ളി. നീ എന്നെ പേടിപ്പിക്കുകയാണോ? പിന്നെ എന്നെ കള്ളിന്ന് മറ്റും വിളിക്കരുത്. പിന്നെ നിന്റെ ഉമ്മാനെ വിളിക്കണം. എന്റെ ഉമ്മയാണോ ഇത്താത്തയാണോ കള്ളിന്ന് എല്ലാവർക്കും അറിയാം. നീ എന്തിനാ മോളെ വരണേ?
ഞാൻ എണ്ണ എടുത്തേനെ. എന്റെ കാരണത്തിട്ടൊരടി. നീ എന്തിനാടി അവളെ അടിച്ച്? നിന്റെ ബാപ്പാന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇവിടെ ഇരിക്കണ എണ്ണ. അല്ല, നിങ്ങളുടെ മുത്താപ്പാന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ചേകുത്താൻ മൂത്തിക്ക് തുടങ്ങിയിരിക്കോ കാലത്തെ? മര്യാദക്ക് ഇറങ്ങി പോകുന്നുണ്ട്. എന്താണമ്മ ഇത്? നോക്കടാ മോനെ, നോക്ക്. നിന്റെ മോളെ അവള് തല്ലി. നീ ഇനി അവളെ കൊണ്ട് ഞമ്മളെ തല്ലിക്കുവിടാ. തല്ലിക്കും. അപ്പുറത്തേക്ക് ശരി. ആയിഷ, നമുക്ക് സൈനമായ ഒന്ന് കാണണം. ബാപ്പ, ഞമ്മൾ ആരെ പറഞ്ഞു? ഞാൻ പോയിട്ട് വരാം ഉമ്മ. എന്നാ വെക്കം ചെല്ലും മോളെ. മോളെ, അമ്മേനെ ഇങ്ങോട്ട് പറഞ്ഞു വിടും. മോളെ, പോയിട്ട് വെക്കം വല്ലതും കേട്ടാ, അല്ലെങ്കിൽ അവൻ നമ്മളെ കൊല്ലാൻ വരും. വരവുമ്മ. എങ്ങോട്ടാണ്? കുട്ടിയാനെ കൊല്ലത്ത് പോണ പോലെ എങ്ങോട്ടാണ്? ബാപ്പ, ഉപ്പാപ്പയ്ക്ക് തൂക്കിയുടെ വളരെ കൂടുതലാണ്. ആണാ? കൂടട്ട് സൈനും പറഞ്ഞ് എപ്പോഴും നിലവിളിയാ. ഇവിടെ ഒന്ന് കണ്ടാൽ ഇബ്രാഹിം കാക്ക ഇപ്പൊ മരിക്കയില്ല ആചാര്യ. ആണാ? നീ ഏതാണ്? എന്റെ കൂട്ടുകാരിയാണ്. ഞങ്ങളുടെ അയൽപക്കത്തുള്ളതാണ്. മോളൊരു കാര്യം ചെയ്. എന്റെ പുന്നാരി മുത്താപ്പയെ ഞാൻ ഒന്ന് കണ്ടിട്ട് വരട്ടെ ബാപ്പ. ദൈവത്തെ ഓർത്ത് ഒന്ന് അയക്കൂ ആചാര്യ. 10-17 കൊല്ലം വളർത്തിയ ആ വയസ്സം മരിക്കുന്നതിന് മുമ്പ് അവളെ ഒരു കണ്ണ് കണ്ടോട്ടെ. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. എന്ത് ഞങ്ങൾക്ക് ഉപദേശമാ? നീ പോടി കൊണ്ട് നിന്റെ നാട്ടിന്. നിങ്ങളൊരു മനുഷ്യനാണോ? നമുക്ക് നമ്മുടെ കുട്ടിന്ന് സൈനബാടെ ബാപ്പായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ മൂത്ത് നരച്ചല്ലോ. ആചാരെന്നും പറഞ്ഞ് നടക്കുന്നു. ഹൃദയമില്ലാത്ത ചെകുത്ത. നടന്ന് എന്തായി മോളെ? ആചാർ അയച്ചില്ല ഉമ്മ. അയച്ചില്ലേ മോളെ? പാപ്പാ, 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 എന്നെ വിട്ടേക്ക് പോയി പാപ്പാ. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. السلام عليكم. عليكم السلام. ഇനി വിശേഷമല്ല, ഉള്ള പറഞ്ഞായിരുന്നു. അപ്പോ നിങ്ങളുടെ മുതലാളിയുടെ മേൽവിലാസം എന്താണ്? മിസ്റ്റർ മുഹമ്മദ് ജുസർ, ഗോൾഡ് മർച്ചന്റ്, ഹെഡ് ഓഫീസ് ബോംബെ, ബ്രാഞ്ചസ് പൂന, പെനാങ്, റാവൽപിണ്ടി. റമൂഞ്ഞെ, ഇച്ചിരി തീപ്പെട്ടിയോടുണ്ട് ഇവിടെ. ഇനി ഞങ്ങൾക്ക് ഈ സ്ഥലത്തൂടെ ഒരു ബ്രാഞ്ച് സ്ഥാപിക്കണം. ഏത്? നമ്മുടെ പുതിയ കെട്ടിടത്തിലെന്ന് പറ. അപ്പോ നിങ്ങളുടെ മുതലാളി ഇപ്പൊ എവിടെയാണ് താമസം? ഉടുപ്പി. കൊണ്ടുപോടാ. തീപ്പെട്ടി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ തീപ്പെട്ടി ഇല്ല, തീയുണ്ട്. ഞാന് അടുത്ത ആഴ്ച മുതലാളിയുമായിട്ട് ഇങ്ങോട്ട് വരാം. അങ്ങനെ എന്നാ ഞാൻ ഇറങ്ങട്ടെ. സ്ഥലം മതി. അതിലേക്ക് വെക്കാം. എടാ മമ്മൂഞ്ഞേ, അമ്മ, ഞാൻ
തിരിച്ചു വരുന്ന വഴിയാണ്. എല്ലാം അറിഞ്ഞു. കരയാതിരിക്കുമോ? ഇനി ആരാണ് മോൻ ഞമ്മക്കൊരു തണൽ? ഞാനുണ്ടമ്മ. അമ്മ ഇത് ഉമ്മയുടെ മോനല്ലേ? ഇനി നീ എങ്ങും പോകല്ലേ മോനെ? ഇല്ലമ്മ. എങ്ങനെ ഇരിക്കുന്നു? ചാവനുണ്ട്. ഇത് കണ്ട ചാകട്ടടാ, നിന്റെ തലയിന്റെ അകത്തുകൊണ്ട് പോയി ഭ്രാന്താതൊക്കെ ചാകട്ടെന്ന്. അന്നത്തെ ഉടുപ്പിക്കാര് വന്നോണ്ട് കേട്ടാ. അന്നത്തെ ജാതി ഭ്രാന്തൊന്നും കാണിക്കരുത് കേട്ടാ. കേറ് കേറ്. മിസ്റ്റർ മുഹമ്മദ് യൂസഫ്. മൈ സെക്രട്ടറി മിസ്റ്റർ ബഷീർ. എന്ത് മൈ കേട്ടാ? ഒരാഴ്ചക്കുള്ളില്ല. എന്താ ഇങ്ങോട്ട് ഇനി? മൈ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്റെ കാര്യസ്ഥനെന്നർത്ഥം. ബഷീർ പിള്ള എന്ന് പറ. ഇതാണ് മിസ്റ്റർ ചുമ്മാ മമ്മൂഞ്ഞ്. ഇത് മിസ് തട്ടത്തിക്കുറിപ്പ്. നീ പോടാ പ്രതി. എല്ലാം തയ്യാർ ഒന്നും ഉണ്ടാക്കില്ല ചേച്ചോനെ. വീടെല്ലാം നമ്മള് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടാ. പിള്ളേ ചെല്ലി മുതലാളിക്ക് നമ്മുടെ കെട്ടിടമൊക്കെ കാണിച്ചുകൂടി. നീ ചെല്ലടാ മമ്മൂഞ്ഞ്. അപ്പം നമ്മുടെ കെട്ടിടം അവർക്ക് പിടിച്ചെന്നു. അവർക്ക് കണ്ടമാനം അങ്ങ് സുഖിച്ചില്ലേ? ഞമ്മളെ ഇടി മൂത്താപ്പാക്ക് ചോദിക്കണ്ട. മുണ്ടാണ് വീടാ ഇവിടെ ഇടിക്കാനി. ഇതിനിടയ്ക്ക് അവരെന്നോടൊരു ചോദ്യം. ഫർണിച്ചർ ഉണ്ടോന്ന്. ഫർണിച്ചറാ? അവിടെ വെച്ചായോട് ഞാനൊന്നും പറഞ്ഞില്ല. ഫർണിച്ചറാ എന്ന് വെച്ചാല് ഇവിടെ വെച്ച് പറയാൻ കൊള്ളത്തില്ല. എണീര് കട്ടി നിന്നു. എണീര്. എന്റെ പൊന്നു മോളെ വന്ന മോളെ. ഇതെന്ത് കോലമാണ് ഉമ്മ? എന്റെ പൊന്നു മോളെ, നീ വല്ലാണ്ട് ക്ഷീണിച്ചു പോയാലോ? അപ്പോഴുമ്മയ ഞാൻ കണ്ടിട്ട് അറിഞ്ഞില്ലമ്മ. എന്ത് ചെയ്യണം? വന്നല്ല പാപ്പയാണെന്നും പറഞ്ഞ് നടന്നോ? എന്താടി പാപ്പാക്ക്? മോളെ കയറും ഊരി ഇറങ്ങിയിരിക്കുക. വീട് കണ്ട. ഇനി എന്തൊക്കെ കുറച്ചിലുണ്ടാക്കി വെക്കുമെന്ന് ആർക്കറിയാം? എന്ത് ഭ്രാന്താടി പറയുന്നത്? അവൾ ആ പരട്ട ദൈവാത്തിന് പുറകെ ഇറങ്ങി പോയിരിക്കുക. എന്ത് ശരി? ഇതെന്താണ് ഉമ്മ? നിന്റെ പുള്ളി പോയി മോളെ. എന്തിനാണ് ഉമ്മ അതിനെ അറുത്തത്? ഉമ്മ മയ്യത്തായാല് പിന്നെ ആരുണ്ട് മോളെ നിന്റെ കൊതി കേൾക്കാൻ? വാതുറക്കുമ്മ. എനിക്ക് വേണ്ട മോളെ. എന്നാ എനിക്കും നിന്റെ ആശയല്ലേ നടക്കട്ടെ. ഞാനെടുത്ത് നീ എന്തിനു ഈ ബീപ്പി കൊണ്ട് ഇവിടെ വരാതെ? എന്റെ മോളെ
നീ മുണ്ടിപ്പോര്. മേലാൽ ഈ നാട്ടും പുറത്തെങ്ങാനും കണ്ടാല് ഇങ്ങനെ ഞങ്ങൾ കടലിൽ കെട്ടിത്താക്കും. എന്റെ മോളെ ചുമ്മാനെ കാണാൻ സമ്മതിക്കാത്ത പാപ്പ എന്റെ പടച്ചൂരി. അരെ വീട്ടിൽ വല്ലവരും ഉണ്ടോന്ന്? വാട്ട് നോൺസെൻസ്. അല്ല വീട്ടിൽ വല്ലവരും ഉണ്ടോന്ന്, അല്ലെങ്കിലേ ഇണക്കി തരാമെന്ന്. ക്യാ മുസീബത്ത്. ജാവോ ജാവോ ജാവോ. എനിക്കൊരു സംശയം. എന്താ? നിങ്ങളുടെ യൂസഫ് മുതലാളി കല്യാണം ഇവിടെ വന്നില്ല. അതിനു മുമ്പ് ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് കല്യാണാലോചനകൾ തന്നെ. കാലിച്ചാക്കുകാരൻ പരീര് മുതലാളിയുടെ മോളെന്നോ ആരൊക്കെ. പക്ഷെ അദ്ദേഹത്തിന് ഇതിനൊരു ടൈമുണ്ടോ? കുടുങ്ങല്ലേ, കുടുങ്ങരുത്. ചാക്കും കൊണ്ട് അങ്ങനെ നടക്കുകയാണ് ആണുങ്ങളെ ചാക്കിലിട്ട് പിടിക്കാൻ. ആട്ടെ, നമുക്കൊന്ന് ആലോചിച്ച് കളയാം. നമ്മുടെ ഹാജിയായ മുതലാളിയുടെ മകൾ, പൈങ്കിളി പോലെ ഒരു പെണ്ണ്, നല്ല പരിപത്ത് നിൽക്കുക, വെള്ളലുവ പോലെ. സീരിയസാ, സൂക്ഷിക്കണം. ഒരാളെ അയക്കും, മരുന്ന് കൊടുത്തയക്കാം. മരുന്ന് വേണ്ട മോനെ. ഉമ്മ അധികം വർത്താനം പറയരുത്. നമ്മൾ മോളെ ഒന്ന് കാണും. ഉമ്മ വിഷമിക്കാതിരിക്കും. സേനുവിനെ ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് അമ്മയെ കാണിക്കും. എന്റെ റബ്ബേ, മോനെ പിടിച്ചു രക്ഷിക്കട്ടെ. ആദിരാത്രി കഴിഞ്ഞല്ല, ആതിരാ പൂവിരിഞ്ഞല്ല, മാരിവില്ലിന്നഴകേ മറഞ്ഞിടല്ല മറഞ്ഞിടല്ല. ഇതിനകത്തിരുന്ന മാല നീ അതോടത്ത് കയറ്റിലിട്ടാ. എനിക്ക് എന്തൊരു ഇണക്കമാണെന്ന് നോക്കിക്കേ. നീ എന്താ ഹർക്കാപ്പണിയാണ് ഈ കാണിച്ചത്? സൈനുമാന്റെ നിക്കാഹിന് മേടിച്ച മാല അത് ഖറാബാക്കിയല്ല. ഓ മോള് അങ്ങ് അണിഞ്ഞാ മതി, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണം. നീ എന്ത് പറയാനാടി? കണ്ടില്ലേ മോള് പാതിരയ്ക്ക് മതിൽ ചാടാൻ പോയത്? നിങ്ങളതല്ലേ സന്തതി, പിന്നെ എങ്ങനെ ഗുണം പിടിക്കാനാ? ഹിമാറെ അയച്ചു വയ്ക്കൽ മാല. ഐശാന്റെ ചൂക്കേടൊക്കെ എങ്ങനെ ഇരിക്കുന്നു? ഇപ്പം കുറച്ച് കുറവുണ്ട് മുത്തലിയാര്. നമ്മുടെ മോളെ എന്റെ എടുക്കണം മേലിയാരെ. അല്ലാ, അതറിഞ്ഞില്ലേ അവിടെ നിക്കാണെന്ന്? എന്നാണ് മുത്തലിയാര്? ഈ വെള്ളിയാഴ്ച രാവ്. എന്റെ മോൾ സൈനുവിന്റെ നിക്കാഹ്, സൈനുവിന്റെ നിക്കാഹ്, സൈനുവിന്റെ നിക്കാഹ്, സൈനുവിന്റെ നിക്കാഹ്. എന്താടി മോളെ ഇത്? വേണ്ടുമോ, എനിക്ക് വേണ്ടുമോ? ബാപ്പാ കൊല്ലും, മുണ്ടാണ്ടിരി. നിങ്ങൾ പാടിക്കോ പിള്ളാരി. ഇന്നെന്താ ഇഷ്ട മോളെ? ഇന്ന് വെള്ളിയാഴ്ച അല്ലേ ഉമ്മ? ഇന്ന് വെള്ളിയാഴ്ച. അപ്പൊ നമ്മുടെ മോളെ നിൽക്കാൻ നമ്മക്ക് പോണം മോളെ. അമ്മക്ക് വയ്യല്ലോ, പോകണ്ട ഉമ്മ. നമ്മള് പോണം. വേണ്ട ഉമ്മ, നമ്മള് പോകും മോളെ. പോകല്ലേ ഉമ്മ, പോകല്ലേ. ഇതെന്ത് കരച്ചിലാണ് മോളെ? എന്റെ ഉമ്മാനെ വിളിപ്പിക്കാന്ന് പറഞ്ഞിട്ട് എന്തായി ഉമ്മ? നമ്മൾ ആരെയെങ്കിലും അയക്കാം. എന്റെ പൊന്നു മോളെ കരയാണ്ടിരി. പാവം ഒന്നും മയങ്ങി. എന്റെ സൈനുവിന് വേണ്ടി ഞാൻ ഇന്നും അവളുടെ ഉമ്മയും നോക്കും.
എന്റെ സൈന്യം ജനിക്ക, എന്റെ സൈന്യം ജനിക്ക, എന്റെ സൈന്യം ജനിക്ക.